കുഴപ്പമില്ല, കാസ്റ്റർ നോക്കി ചെയ്താൽ എടാ ഇഷ്ടമുള്ള എടുത്തോ, ഇഷ്ടമുള്ള എടുത്തോ. ആണോ? ബോഡി ടൈം ചൂസ് ചെയ്യാൻ വരുന്നില്ല. നീ ചൂസ് ചെയ്യണ്ട. പിന്നെ ബഗ്ഗൊന്നും ആയിട്ടില്ലേ, ചുമ്മാ ഇതെന്താ ഇതെന്താടാ ഇത് പിഴ സ്ഥലമാണ്. എടാ ഇതൊക്കെ സൈഡിൽ കൂടെ നോക്കാം. നോക്കാൻ പറ്റത്തില്ല കേട്ടോ. അതെ, ഇൻ ഗെയിം സംസാരിച്ചാലോ? ഇൻ ഗെയിമിൽ എങ്ങനെ ഇൻ ഗെയിം സംസാരിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റൂടാ എല്ലാം. ആണോ? ഞാൻ മാറിപ്പോ നിങ്ങള് മാറിപ്പോണേ. കളി തുടങ്ങുമ്പോ ഇൻ ഗെയിം മ്യൂട്ട് ചെയ്യടാ സുബോർഗെ. പെയിന്റിംഗ് ആണല്ലോ ഇതിനകത്ത്. ഇത് പെയിന്റിംഗ് മാത്രമല്ലേ ഉള്ളു. വേണ്ടായിരുന്നു. ഒരു ഞാൻ കാണിച്ചു തരാം. എടാ ഇത് പെട്ടെന്ന് കണ്ടുപിടിക്കുന്ന പെയിന്റിംഗ് ആടാ ഇതൊക്കെ. അതെ 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 അതെ, ഇച്ചിരി പ്രൊഫഷണൽസിന് മാത്രം ഇത് വരച്ചെടുക്കാൻ പറ്റൂ. കെട്ടിപ്പിടിക്കടാ, ആണെങ്കിൽ നമുക്ക് ഇവിടെ കയറി നിന്നാളോ. ബ്രോ 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 സുപ്തധാര സുപ്ത സുന്ദരി നാക്കുമേന സുന്ദരി. ഞാൻ എന്ത് ചെയ്തിട്ട് എന്നാ ഇതിങ്ങനെ ഇത് പിടിക്കൂടാ പെട്ടെന്ന്. ഇത് എന്നെ പിടി എനിക്ക് വരയ്ക്കാൻ അറിയാതെ മറ്റേ 1.7 എടുത്തടാ, സ്ക്വയർ എടുത്തടാ. പണ്ണൂന് എങ്ങും വിളിക്കാൻ പറ്റൂല കേട്ടോ ഇതിനകത്ത്. ഇത് ബുദ്ധിമുട്ടാണ്. ഒരു നല്ല ലാഗ് ഉണ്ടല്ലോ. ഇതെന്താണ് ഈ ഗെയിം പോലും ലാഗ് അടിക്കുന്നത് എനിക്ക്? ഇത് ഭയങ്കര പാടാണ്. സെക്യൂരിറ്റി ഓപ്പൺ വൈറസ് ആൻഡ് ത്രെഡ് പ്രൊട്ടക്ഷൻ. ഞാൻ ഞാൻ എവിടെ ഇരുന്നാലും എന്നെ ഇതിനകത്ത് പിടിക്കും. ഞാൻ എവിടെ ഇത് പെയിന്റിംഗ് അല്ല, അത് വേറെ സ്ഥലം ഇല്ല ഇരിക്കാനായിട്ട്. ഇഷ്ടപ്പെട്ട കുറച്ച് ചെറുതായി പോയി ഇത് കുറച്ച് പ്രശ്നമാട്ടോടാ. ഇത് ഹാപ്പിനെസ്സൊന്നും ചെയ്യാൻ പറ്റത്തില്ലടാ. ഇത് ഇവന്മാരുടെ ഇതനുസരിച്ചിരിക്കും, നോട്ടം അനുസരിച്ചിരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇതൊക്കെ എന്നെ ഇപ്പൊ സെക്സി ആയിട്ടുണ്ട്. ഇതൊക്കെയാടാ പറയുന്നത്. അല്ല അന്നും അത് സത്യമാണെന്ന് പറഞ്ഞേ. പറ്റണ എന്ത് ഇത് നീ കണ്ടാ എന്നെ? കാണാൻ പറ്റും. ഇതൊക്കെ എങ്ങനെ കിട്ടിയില്ലേ? നിനക്ക് കിട്ടിയ? ഞാൻ കേറി. ഞാനേ ഐഡിയ ഉണ്ട് വെച്ചു. നേരത്തെ എങ്ങനെയാണോ നേരുന്നത്? കയറിയിരിക്കും. വഴിയില്ല. നല്ല സൂപ്പർ മാപ്പ് കേട്ടാ. പടത്തിൽ മാത്രം ഇരിക്കാൻ പറ്റില്ല. അത് ഊത്തായിട്ടല്ലേ ഇരിക്കട്ടെ. ഞാൻ ആ സ്ക്വയർ എടുത്തോണ്ട് പെട്ടെന്ന് കണ്ടുപിടിക്കൂടാ. എടാ അളിയാ ഇപ്പഴെങ്കിലും വരല്ലേ അളിയാ പ്ലീസ്. നീല തൂക്കും കേട്ടോ. 75 സെക്കൻഡ് ബാല ഓട്. അളിയ 75 സെക്കൻഡ് ഒന്നും പോരളിയാ. ഇത് 300 സെക്കൻഡ് ഇല്ലായിരുന്നാ? സമയം പിടിക്കണ്ടേ അളിയ? ഇത് കണ്ടുപിടിക്കണ്ടേ? ഇത് അതിനെ പറ്റൂല അളിയാ. അത് ഇവിടെ പോയി ഇത് എന്ത് രണ്ടിയാണ് ഇത്? എങ്ങും വിളിക്കാനില്ല. നോട്ടിഫിക്കേഷൻ ഒന്നും ഇല്ലടാ എനിക്ക്. ഇതെന്റെ പെട്ടെന്ന് തൂക്കൂടാ. ഇത് വിളിച്ചിട്ടില്ല. അപ്പോഴാ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. ടൈം സ്റ്റക്ക് ആവുന്നുണ്ടോ? ഇത് എനിക്ക് ബഗ്ഗാട്ടാ. എനിക്ക് അനങ്ങാൻ പോലും പറ്റുന്നില്ല. ഞാൻ ബഗ്ഗായി. എടാ എനിക്ക് ഞാൻ ബഗ്ഗായി കേട്ടോ.
ഞാൻ ബഗ്ഗായി. ഞാനും ബഗ്ഗായി. എനിക്ക് 35 അല്ല അത് കുറച്ച് കഴിയുമ്പോ ശരിയാകും കേട്ടോ. കുറച്ച് കഴിയുമ്പോ ഗോഗോ അളിയാ വരല്ലേ അളിയാ, ഒരു 10 സെക്കൻഡ് കൂടെ താളിയാ. ഫസ്റ്റ് സ്റ്റാർട്ടൊന്ന് അല്ല അതങ്ങനെയാണ്. അതാ ഇത് മാത്രമേ ബഗ്ഗുള്ളൂ. എന്തോ കത്തല. ഒരു തൂക്കലും ഇല്ല. നമ്മള് വീണ്ടും സ്പോൺ പോയിന്റ് തന്നെ വന്ന്. അവിടെ നമ്മൾ ഇവിടെ ലോബിയില്. അതെ ഞാൻ ബഗ്ഗായി. അത് വരെ ബഗ്ഗായി അത് വരും ടൈം കൊടുത്താൽ അത് വരും. എല്ലാം ശരി എല്ലാം. ചെറിയ പേനയാക്കാൻ വല്ല വഴിയുണ്ടോ? ചെറിയ പേന ആ കൺട്രോൾ റൈറ്റ് ക്ലിക്ക് കേട്ട് മൗസ് അങ്ങോട്ടും ഇങ്ങോട്ടും. ഇത് വലുതാവുന്നതല്ല ചെറുതാവുന്നില്ലല്ലോ ഇത്. എടാ ഹരി എന്താ എന്താ ഒന്നുമില്ല. ഇല്ല അതേ കണ്ട് സൈഡിൽ കണ്ട് അതിപ്പോഴാണ് കണ്ട്. അപ്പൊ എന്റെ ഡ്രോയിങ് കൊള്ളാമോ? ഞാൻ ബഗ്ഗാണേ. എല്ലാരും ബഗ്ഗാ. എന്റെ അഭിപ്രായത്തിൽ നല്ലൊരു മാപ്പ് എടുക്കുന്നതായിരിക്കും നല്ലത്. ഇതുമായിട്ട് ഇഷ്ടം. ഇതൊന്നും ശരിയാണല്ല. ഇത് വലിയ വലിയ കലാപരമായിട്ട് ഇത് വരയ്ക്കാൻ അറിയാവുന്നവർക്ക് സ്പെക്ക് ക്ലോസ് ചെയ്താൽ ഇത് റീസെറ്റ് ആവും. ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്യണം. സ്പെക്ക് ചെയ്യുന്നില്ലല്ലോ. അതെങ്ങനെ സ്പെക്ക് ചെയ്യുന്നേ? 5 സ്പെക്ക് ചെയ്യുന്നില്ല. ആരാ ഞെക്കിയത്? 5 സ്പെക്ക് ചെയ്യുന്നോ? അങ്ങനെ വരുമ്പോ ബഗ്. എനിക്ക് അനങ്ങുന്നേ ഇല്ല. എനിക്കും അനങ്ങുന്നില്ല. ഏതോ ഒരു 5 സ്പെക്ക് ഞാൻ ചെയ്യാൻ ആർക്കും അനങ്ങുന്നില്ലല്ലോ. എങ്കിൽ പിന്നെ ഇതിനകത്ത് ഇല്ലല്ലോ ആവണ്ടാ. ആരെങ്കിലും സ്പെക്ക് കളഞ്ഞാ മതി. ആരും ഒരാൾ സ്പെക്ക് എങ്ങനെ ഇറങ്ങണേ? 5 നാളെ മണ്ടയാണ്. ആ സന്തോഷം. 5 ഞെക്കി എന്തിനാണ്? വെറുതെ ഞാൻ ഞെക്കി. ആണോ? ഞാനും ഞെക്കും തോന്നുന്നു കേട്ടോ. പ്രശ്നം. ഗെയിം ഫുൾ അടിച്ചു. എന്താ കളി എന്തോ കാണിക്കുന്നേ? എടാ ഞാൻ ഒന്നും ചെയ്തില്ല. അത് എന്താ സ്പെക്ക് ചെയ്തത്? എന്താണ് ബന്ധാരം നിനക്ക്? ഞാനെവിടെ? എന്നെ കളഞ്ഞോ? ഇതാരാ? ഇത് ഞാൻ ഇതെന്ത് മാറ്റുന്നു ഇങ്ങനെ? പെയിന്റ് അടിക്കാൻ പോന്നേയുള്ള അളി. പെയിന്റ് അടിക്കുന്ന ഇങ്ങോട്ടെന്താ പോവാത്ത? ഇത് എനിക്ക് മുട്ടല്ലാതെ കേട്ടോ. ഒന്ന് സൈഡിലൊക്കെ നോക്കാം കേട്ടോ. നീ ഇവിടെ ഉണ്ടോ? പക്ഷെ എന്തോ പ്രശ്നം എന്ന് പറഞ്ഞാലേ ഒന്നും ചെയ്യാതെയും ഇരിക്കൂ. അതാണ് സത്യസുന്ദരി. അതാ പെട്ടെന്ന് കണ്ടുപിടിക്കൂടാ ഈ മാപ്പ്. അതാണ് നമ്മള് ബുദ്ധിപരമായി നിന്ന് കഴിഞ്ഞാൽ ഏത് മൊണ്ണക്കും ജയിക്കാമെന്ന് എനിക്ക് മനസ്സിലായി. ഇവര് ഭയങ്കര പെട്ടെന്ന് കണ്ടുപിടിക്കുന്നില്ല. എടാ ഇതൊക്കെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം വെച്ച് കഴിഞ്ഞാൽ പെയിന്റിങ്സ് മൊത്തം അടുത്ത സൈഡിൽ കൂടെ നോക്കിയാൽ മതി. ഈ മാപ്പ് അണ്ടി മാപ്പ്. ഇതാരാടാ പറഞ്ഞത് മ്യൂസിക് ഇടാനായിട്ട്? നോക്കണ്ട. അയ്യോ എന്റെ മോനെ. അയ്യോടാ ഇങ്ങനെ കളിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. മന്ദാരത്തിന്റെ ഒളിവ് സങ്കേതം വിഷയം തന്നെ. നാണം ഉണ്ടോടാ മന്ദാരം? നിനക്ക് നാണം? ഇങ്ങനെ ഒളിക്കാനാണെങ്കിൽ ആർക്കും പറ്റും. ഇതൊക്കെ ഒളിക്കലാവുന്നതാണ്. ഇത് ഒളിക്കല. ഞാൻ പക്ക ഓപ്പണാ നിന്നേക്കുന്നത്. ഇത് ഓപ്പണോ? പിന്നെ എന്ന് ഓപ്പണാ നിന്നേക്കുന്നത്? നമ്മള് വിചാരിച്ചത് പെയിന്റിങ്സിനകത്ത് ഒളിക്കുന്നേ. മനസ്സിലായോ? അമ്പുന്റെ നോക്ക്. യു ആർ ഗ്രേറ്റ്. മറ്റൊന്നും അടിക്കത്തില്ല പോടെ. അത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും സൈഡിൽ കൂടെ. പക്ഷെ കൊള്ളാറുന്നല്ലേ? എന്നെ തൂക്കണ്ടാണ്. എന്നെ തൂക്കണ്ടത്. എന്റെ സൈഡ് നോക്കട്ടെ.
ഒരു കുഴപ്പമില്ല. അതിനകത്ത് ജയിച്ചടാ. അതൊക്കെ അടിപൊളി. എടാ, എന്തൊരു ട്യൂബർക്കെ കാണിക്കുന്നേ. ഇത് എങ്ങനെയാടാ നോക്കുന്നത്? മാറ്റണം. എടാ, അഞ്ചടിച്ചാ. അമ്പൂരെ കലാകാരൻ തന്നെ കേട്ടോടാ. ട്യൂബ് ജയിച്ചടാ. എന്തോടാ ഞങ്ങളൊന്നും പറയാത്ത ഇല്ല, ട്യൂബർക്ക് ജോക്കി ഹലോ കേക്കാവോ? അളി എന്റെ പ്രശ്നം എന്താ പറയാ, ഞാൻ ആ സ്ക്വയർ എടുത്തളിയാ എന്നിട്ട് ഞാൻ അതല്ല, ജോക്കി അതല്ല ജോക്കി വീൽ അല്ല വിസിൽ പിടിച്ചില്ലതുവരെ. 25. ഓക്കെ 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 ഓക്കെ. ഹരീത് വീസ്. അഡിക്റ്റ് ആയ ജോക്കി. ഇല്ലടാ സമയമില്ലായിരുന്നു നമുക്ക് മനസ്സിലായോ? ആടാ അടുത്തതേ ഞാൻ അടുത്ത എത്ര നിങ്ങക്ക് കണ്ടുപിടിക്കാൻ സമയം വേണ്ടേ? ആരാ ആദ്യത്തെ രണ്ടുപേരാരാ? ഇല്ല അണ്ണു ഫസ്റ്റ് സ്റ്റക്ക് ആയില്ലേ? എനിക്ക് ഹണ്ടിങ് ഇഷ്ടമാണ്. ഹണ്ടിങ് ഞാൻ എടുക്കണുള്ളൂ. എടാ എന്തോടാ വിസിൽ 35 ആക്കാനോ? 40 ഇട്ടേക്കുന്നേ. വിസിൽ 25. 25 എന്തോളി 25 ഇത്ര സിറ്റ് ഡൗൺ ആണോടാ ബസ് ബോയ്? അതുകൊണ്ടാണല്ലോ വന്നവൻ. പറ്റുന്ന മാപ്പ് എടുക്കണേ. ജോഗണാലെ കിടുക്ക് മാപ്പ് ആയിരിക്കണം. കണ്ണ് തള്ളി ഇത് മന്ദാരം പറഞ്ഞ ആപ്പാ, മൂവി സ്റ്റുഡിയോയോ? ഇവൻ ഗെയിം ഒന്നും കളിച്ചിട്ടില്ല, ചുമ്മാ റീല് കണ്ട് വരുന്നല്ലേ. കണ്ടോ ഇവരൊക്കെ റീല് കണ്ടിട്ടൊക്കെ പറയുന്നതാ. മൂവി സ്റ്റുഡിയോ ഞാൻ കളിച്ചിട്ടില്ല. ലക്ക് മാത്രമല്ല, സബ്സ്ക്രൈബ് ഞാൻ ചെയ്യണം. സർക്കസും പീക്കും ആണ് കളിച്ചത്. സർക്കസും പീക്കും അതാണ് ഞാൻ കളിച്ചത്. പിന്നെ CS മാപ്പ് ഉണ്ട്, അതും കളിച്ചു. CS അപ്പൊ കൊറേ മാപ്പ് കണ്ടുപിടിക്കാനാണ് ഈ ഒരു സ്ഥലം ഒളിക്കാൻ വേണ്ടി കണ്ടുപിടിക്കുന്നതാണ് ഏറ്റവും വലിയ പാട്. പിന്നെ മറ്റേ ക്യാരക്ടർ ഏതാ മറ്റേ ഫസ്റ്റത്തെ ആണോ അത് ഫസ്റ്റിൽ തന്നെ ഇടറാ, സ്ക്വയർ ഒന്നും എടുത്ത് ഒളിക്കാനൊന്നും മതി. ഫസ്റ്റത്തെ മതി. ആ മറ്റേതൊക്കെ ഭയങ്കര ഓപ്പിയാ. മറ്റേ കൊല ആയിട്ടും ചെടിയായിട്ടും മറ്റേ ഇതൊക്കെ ആയിട്ടിരുന്ന് എങ്ങനെ പിടിക്കാൻ. കഴിവുള്ള രണ്ടുപേര് കയറി നിക്കണേ, ഓകുനൊന്നും പറ്റത്തില്ലേ. അളിയാ നമുക്ക് 150 സെക്കൻഡാ കിട്ടിയത്. എടാ പോടാ അങ്ങനെ ടൈം ഉണ്ടായിരുന്നില്ല. ഹലോ, കളി തുടങ്ങുന്നതിന് മുന്നേ ആരും IQ ലെവൽ ഗെയിം പ്ലേ ആണ് കാണിക്കാൻ പോകുന്നത് ഗൈസ്. കേക്കാവോ? കളി തുടങ്ങുന്നതിന് മുന്നേ സ്പെക്ക് ഞെക്കരുത്. സ്പെക്ക് ഞെക്കിയാലാണ് ബഗ്ഗാവുന്നത്. നേരത്തെ ഞാനായിരുന്നു ഞെക്കിയത്. ഓ ഹണ്ടിങ് ടൈം തുടങ്ങുന്നതിന് മുന്നേ 5 നെക്കരുത്. കൊല്ലത്തെ നെറ്റ് സ്ലോ ആണോ അമ്പത്തൂരെ? എടാ ഹണ്ടിങ് ടൈം തുടങ്ങുന്നതിന് മുന്നേ 5 നെക്കരുതെന്നല്ലേ? അതായത് ഹണ്ടേഴ്സ് വരുന്നതിന് മുന്നേ 5 ഞെക്കരുത്. പത്തൂരിന്റെ നെറ്റ് സ്ലോ ആണോ? കൊല്ലംകാരെ പറയില്ല കേട്ടോ, കൊല്ലംകാരെ പറയില്ല കേട്ടോ. മനസ്സിലായ അവൻ ഡൗൺലോഡ് ചെയ്തോളൂ. ഞാൻ ഇവിടെ മ്യൂട്ട് ചെയ്ത് വെച്ചാ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ ഗെയിമിനകത്ത് കളി സംസാരിച്ചല്ലോ ഭയങ്കര ചെലപ്പല്ലോ. നിങ്ങള് പയ്യെ കാര്യം പറ ഓരോരുത്തര്. സ്റ്റാർട്ട് ചെയ്ത് അടുത്തളി വേണം. മക്കളെ വരുന്നോ മക്കളെ? അടുത്തതോ ഇതെന്താണ് ബോഡി ടൈപ്പ് ഒക്കെ? ഞാൻ രണ്ടാമത്തെ എടുത്ത അതെന്താണ് സാധനം പോലും എനിക്കറിയത്തില്ല, ചുമ്മാ പിടിച്ചേക്കുന്നത്. നീ നല്ല വലിപ്പുണ്ടോ? അടി ഞാൻ എന്തോ ഞാൻ വലുതായി പോയടാ. പോലെ ഇരിക്കുന്നു മനസ്സിലായ. എടാ എന്റെ കളി ബഗ്ഗായി പോയിടാ. എടാ ചന്ദ്രയില്ലേടാ, നമുക്ക് അടുത്ത കളി തുടങ്ങിയാലോ? ശരിയാണ്, നല്ലൊരു അഭിപ്രായമാണ്. കാരണം എടാ ചന്ദ്ര ഉണ്ടോടാ? ജോക്കി 100 ആണോ ജോക്കി? ഞാൻ ഒളിക്കല്ലേ ബഗ്ഗായി, എനിക്ക് അനങ്ങാൻ പറ്റുന്നില്ല. അതൊക്കെ പറ്റുമോ? അതെ നമ്പറാണേ. നമ്പർ ഒരു കളി കണ്ടു കളിക്കാം, ഒരു 2 കളിക്കാം. ഞാൻ എല്ലാ കളിയിലും നാണം കെട്ടവനോ? നീയാണാ നാണം കെട്ടവൻ? സെക്യൂരിറ്റി ആയിട്ട് എല്ലാ കളിയിലും അണ്ടറാന്ന് വെച്ചാൽ ഗ്രായ നിനക്ക് കഴിവില്ലാന്ന് നീ അക്സെപ്റ്റ് ചെയ്യുവാണോ? അങ്ങനല്ല, അല്ല ഇത് കണ്ടുപിടിക്കാനുള്ള ഒരു കഴിവുണ്ട്. കണ്ടുപിടിക്കാനും കഴിവാണ്, മനസ്സിലായോ? കണ്ടുപിടിക്കാൻ കഴിവാണ്. യെസ് ഇത് പിടിച്ചേട്ടാ. ഞാൻ പടം വരയ്ക്കാൻ നിന്ന് എന്നെ പിടിക്കാൻ പറ്റത്തില്ല. രായ നീ സ്വപ്ന സുന്ദരി കണ്ടിട്ടുണ്ടോ? സുന്ദരി അതല്ലേ? കണ്ടിട്ടില്ലല്ലോ. സ്വപ്ന സുന്ദരി കണ്ടിട്ടില്ല? സുന്ദരിയാവുന്നത് അത് അങ്ങോട്ട് പോയി നിക്കടാ, ഞാൻ കാണിച്ചു തരാം.
സ്വപ്നസുന്ദരി കണ്ടിട്ടുണ്ടോ നീ? എടാ ഇത് തുടങ്ങത്തില്ലയോടാ, ഇത് 199 സെക്കൻഡ് ഇനിയും വെയിറ്റ് ചെയ്യണോ? ഞാൻ ബിക്കിനി അമ്മക്ക് കുറച്ച് സമയം വേണം. നടുവ് പോയിട്ട് കിടക്കുമായിരുന്നു. ഓക്കെ ഇപ്പൊ സോ ചോദിക്കാൻ ഡേ ടു ആസ്കിംഗ് ഓഫ് യു കട്ട് യുവർ ഹെയർ ഇൻ ടു ബസ് കട്ട്. നല്ല തീരുമാനമാണ്. ഇതൊക്കെ പറ്റിയാലാണോ? ആ എടാ ഈ കളി കഴിഞ്ഞിട്ട് കയറ്. മറ്റേ ചാറ്റി കിടപ്പുണ്ട് മോളത്തെ TV 1 TV 2 അങ്ങനെ കിടപ്പുണ്ട്. ആരുടെ മൈക്കൊക്കെ ഓണാന്നേ, മൈക്കിൽ ഇത് വെച്ച് ആളെ കണ്ടുപിടിക്കേ. ബിയും ബിയും ഒന്ന് ഞെക്കി ഓഫ് ചെയ്യാവോ? രായ നമ്മളെല്ലാരും തൂക്കുന്നു രായ. ഞാൻ ഇതുവരെ 100 ആയിട്ടില്ല രായ, പക്ഷെ ദിസ് ടൈം എനിക്ക് മറ്റേ വലിയ മനുഷ്യനാണ് ഇത്. എടാ ഞാൻ കാര്യം പറയട്ടെ, ഇവന്മാര് ഇത് നെർഫ് ചെയ്തടാ ഗോകു, ഇതിന്റെ ഷോർട്ട് ഗണ്ണിന്റെ സാധനം. ഇവന്മാര് ഇപ്പൊ വെടി പയ്യേ പോകത്തുള്ളൂ, എന്നിട്ടൊരു ടൈമൊക്കെ ഉണ്ട്. ചേട്ടാ ഹെഡ്സെറ്റ് കണ്ടുപിടിക്കാൻ ഒരുപാട് കാണത്തില്ല. കളി തുടങ്ങി കഴിഞ്ഞ് സ്പെക്ക് കയറാൻ പറ്റുമോ? എടാ ഇപ്പഴെങ്ങും ആരും സ്പെക്കൊന്നും നെക്കല്ലേ ദൈവത്തെ ഓർത്ത്. അണ്ടർ വന്നിട്ട് സ്പെക്ക് വെക്കാ മതി. അതിന് മുന്നേ സ്പെക്ക് നിൽക്കുന്നവൻ മുടിഞ്ഞു പോവേ. മരിച്ചോ നീ? എന്നാലും എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ നടത്തില്ലല്ലോടാ. അടുത്ത ബർത്ത്ഡേക്കാ അല്ലടാ, 33 വയസ്സായ ഞാൻ ഈ ബർത്ത്ഡേ സെലിബ്രേഷൻ ഒന്നും എക്സ്പെക്ട് ചെയ്യരുത്, മനസ്സിലായോ? എനിക്കും ഒന്നും ഇല്ലായിരുന്നു, എന്ത് ചെയ്യാനാ. എടാ നിനക്കൊരു സാധനം ഞാൻ അയച്ചിട്ടുണ്ട് കേട്ടോ SRK. എന്താണ് അയച്ചോ? അഡ്രസ് തന്നില്ലല്ലോ. നിന്റെ അഡ്രസ് കിട്ടാനാണ് SRK പാട്. ആ അത് കിട്ടിയല്ലേ. എടാ എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ മാത്രം മതി. ആദ്യം പിടിക്കുന്നത് എടാ അവനൊരു കഴിവില്ലാത്തനാണോ വന്ന? എടാ നീ പോസ്റ്റ് അടിച്ച് നിൽക്കുകയാണോ രായ? നമ്മളാണ്ട് ഇങ്ങനെ നടക്കണം കേട്ടോ രായ, ഇങ്ങനെ. എന്നിട്ട് എന്തെങ്കിലും പടം ഉണ്ടെങ്കിൽ നമ്മൾ സൈഡിൽ കൂടെ നോക്കണം കേട്ടോ. ഇത് പടമാണെന്ന് വെച്ച് കഴിഞ്ഞു, ഇത് പടമാണെങ്കിൽ ഇങ്ങനെ നോക്കണം. തള്ളിയിരിക്കും. എന്തൊക്കെയാടാ പറയുന്നത്? സൂപ്പർടാ. ആശാ ഫ്രണ്ടിലാന്നും പറഞ്ഞ് ബാക്കി വരച്ചല്ലേ. എന്ത് വെച്ച് നീ സെറ്റല്ലേ? ഇത് സെറ്റല്ലേ? എന്തോടാ വേറെ VC പോവാന്നോ? കുഴപ്പമില്ല. എടാ മിണ്ടരുതേ ആരും മിണ്ടരുതേ, ദൈവത്തെ ഓർത്ത് മിണ്ടരുതേ. അഭിരാജ താങ്ക് യു ഫോർ ദ മെമ്പർഷിപ്പ്. എടാ എന്നെ ഡ്രാഗ് ചെയ്യടാ, എനിക്ക് അപ്പുറത്തെ അഭിരാജ താങ്ക് യു സോ മച്ച് ഫോർ ദ സബ്. ഞങ്ങള് വരുവാണേ, സ്പെക്ക് ഓണാക്കല്ലേ ദൈവത്തെ ഓർത്ത്. ഓ ഇവിടെ TPP FPP ഒക്കെ ഇട്ടോടോ അവന്മാര്. എന്റെ ദൈവങ്ങളെ. എടാ സൂപ്പർ കേട്ടോടാ. കുതിരയുടെ സാമാനമായിട്ടിരിക്കുന്നിടത്ത് നിനക്ക് ഏതാന്ന് വന്നവനൊക്കെ. ആരെങ്കിലും ഒക്കെ ഒന്ന് കണ്ടുപിടി മോനെ. ജോണി മാമനാണ് അന്നൂന്റെ അടുത്തുള്ളത്. ആടാ ഇതിനകത്തൊരുത്തുണ്ടാ. എടാ ഞാൻ ഇതിനകത്ത് കുറച്ച് മോശം കേട്ടോടാ എനിക്കിത്. അയ്യോടാ രായ ആരേലും ഒന്ന് കണ്ടുപിടി രായ ഒന്ന്.
ഇവിടെ ആരെങ്കിലും കാണാൻ ആ കാസ്ട്രോ ഒക്കെ ഉണ്ടല്ലോ, അവനൊക്കെ അവിടെ. ജോണി അവനാണ് ഇവിടെ ആ എത്രയുള്ള കുട്ടാ? ഇവിടെ അകത്താരുണ്ട്. ഇതിനകത്താണ് ഏത് ഡപ്പി മാപ്പടാ ഇത്? $300 വെക്കാൻ പറ്റത്തില്ലടാ. കൊറേ കണ്ടുപിടിക്കണോ നമ്മൾ? ഇത് കൊറേ പേര് കണ്ടുപിടിക്കണ. എന്തിനാ അളിഞ്ഞ കളിയാടാ ഇത്? വരയ്ക്കുന്നിരിക്കാൻ മാത്രം സുഖം. ആ വീടിന്റെ അകത്തോട്ടും ഉണ്ടട്ടാ. ഓ ഇതിനകത്തുണ്ടല്ലേ? വേറെ വീടൊക്കെ അളേ ഇത് 10-500 സെക്കൻഡ് വേണം അവളെ ഇത് കണ്ടുപിടിക്കണമെങ്കിൽ. ഞാൻ ഇതൊരു 100 കളിച്ചിട്ടില്ലാത്തോണ്ടേ. എനിക്ക് തലവേദന എടുക്കുന്നു കേട്ടോ. എനിക്കിത് പറ്റത്തില്ലെന്ന് തോന്നി ഈ സാധനം. 300 പറ്റത്തില്ല, 300 പറ്റത്തില്ല. ഇത്ര എനിക്ക് ചെവി കേൾക്കുന്നില്ലടാ. അയ്യോ ഇരിക്കുക അവിടെ. ഞാൻ എടാ ജോണി ഇവിടെ എവിടെ ഉണ്ടാ? ഉണ്ട്. 15 മിനിറ്റല്ലേ. എവിടാ? എടാ മെറ്റൊന്നും അടിക്കല്ലേ. മെറ്റൊന്നും അടിക്കല്ലേ, ഞാൻ തന്നെ പറയുന്നു. അളിയ ഇത് ഈ 55 സെക്കൻഡ് ഒന്നും പോരാ. ഇത് കണ്ടുപിടിക്കാൻ നല്ല ടൈം വേണം. ആരൊക്കെ ഉണ്ട്? ഇവിടെ നല്ല ടൈം വേണം അത് കണ്ടുപിടിക്കാൻ. ഇത് ഭയങ്കര പാടാ. ഇത് 500-600 സെക്കൻഡ് വേണം, അല്ലാണ്ട് ഇത് കണ്ടുപിടിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. നല്ല വലിയ 31 സെക്കൻഡിലേക്ക് ഇത് എങ്ങനെ കണ്ടുപിടിക്കാനാ? 3 വരെ കണ്ടുപിടിച്ചാലേ വലിയ കാര്യം. ഹലോ ലൈവിലാ? എന്താ പറ്റി? പിടിച്ച ഞാൻ ലൈവ് കളിച്ചോണ്ടിരിക്കുക. എടാ എനിക്ക് ചെവിക്ക് എന്താ പ്രശ്നമുണ്ട് തോന്നുട്ടാ. ഈസി വിൻ ഫോർ ദ കാമിലിയൻസ് ആടാ. ഇവിടെ തന്നെ എത്ര പേരുണ്ടെന്ന് നോക്കണു. സത്യം ഏബിലൊക്കെ ഇരിക്കും നോക്കടാ. സത്യം ആ സമയത്ത് കോള് വന്ന് അളിയ ഞാനൊരു കാര്യം പറയട്ടെ. ഇതൊക്കെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാനായിട്ട് 1000-600 പോയിന്റ് വേണം കേട്ടോ. ഇത് വലിയ വീടല്ലേ? ഇതെന്തോ ഇത്? പക്ഷെ നീലനായിരുന്നു കോമഡി. കുതിരയുടെ കൊട്ടയായി മാറി. എങ്ങനെ ഞാൻ പറഞ്ഞ നീലെടുത്ത് നമുക്ക് രണ്ടുപേർക്ക് ഒരുമിച്ചാവാന്ന്. ഡ്രീമറിന് കയറാൻ സ്ഥലമില്ലാന്ന് തോന്നുന്നു കേട്ടോ. ഡ്രീമറിന് കയറാൻ സ്ഥലമില്ലാന്ന് തോന്നുന്നു. സ്പേസ് കൂട്ടോ? ചരിത്രം അതെ. സ്പേസ് അങ്ങനെ കൂട്ടാൻ പറ്റുമോ? 16 ഗോകു ഒന്ന് ക്രിയേറ്റ് ചെയ്യടാ. സ്ക്രീൻ എല്ലാരും മാറ്റണേ. എടാ ഞാൻ നിന്നെ ഒന്നും കണ്ടില്ലടാ. ഞാൻ കണ്ണുപൊട്ടനാടാ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ചില്ലാവ് പയ്യെ പറ. ഒരാൾ സംസാരിക്കുമ്പോ സംസാരിക്കാതിരിക്കും. ആരായി വീണ്ടും മീ മാപ്പോ
അല്ല ഇത് മൂവി തിയേറ്ററിനകത്ത് അത് പേരെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. അവള് ഇത് എവിടെ പോയി വിളിച്ചിരിക്കാനാ? ഞാൻ അങ്ങനെയൊന്നും വിളിക്കാൻ പറ്റത്തില്ല കേട്ടോ. നിനക്ക് വെക്കമേ ഇല്ലടാ ഹരി. ജോണിയാമ്മ നമുക്കൂടെ ഞാൻ വിളിക്കാൻ പറ്റില്ല. ആ ഒരേപോലെ മനസ്സിലായ മനസ്സിലായ ഓ സൂപ്പർ ആയിട്ടുണ്ടോ അത്. ഇരിക്കാൻ പറ്റും. ജനമാ കൂടെ പിടിച്ച സെറ്റാ മനസ്സിലായ. കുതിരയുടെ മോളിൽ കയറി ജോണിയാമ്മനോടല്ലേ? ജോണിയാമ്മ മ്യൂട്ടാ കേട്ടാ. ആളോട് സംസാരിച്ചോണ്ട് ഞാനുണ്ട് പോലെ പക്ഷെ കളർ കറക്റ്റ് ആയിട്ട് എടുക്കണേ. അത് നിങ്ങടെ നടത്താ പോരും. ഇത് കിടക്കുന്നതൊക്കെ പോയി. എങ്ങനെ ഇത്ര കറക്റ്റ് ഇതെങ്ങനെ ഇതാക്കും? പെർഫെക്റ്റ്. ഇത് തൂക്കും പെർഫെക്ഷൻ കിട്ടത്തില്ലടി ഇതിനകത്ത്. നമ്മളെ ഒരേപോലെ ചന്ദ്രൻ സൂപ്പർ ഒട്ടും പോകത്തില്ല. എട്ടാം മോളെ ഉള്ളത് എന്തൊക്കെ കണ്ടിട്ടുണ്ട് നീ? തൂക്കും പോലെ ആണല്ലേ? എനിക്കും തോന്നുന്നുണ്ട്, പക്ഷേ പറയാൻ പറ്റത്തില്ല ജോഡിയാമ്മ. ചെലപ്പം ലക്ക് വൈസിലപ്പോ കയറിയാലോ നമ്മള്. ലക്കാന്നല്ലോടാ പണ്ടേ. അമ്പത്തൂര് ഇപ്പഴേ സ്പെക്കിയല്ലേ ബഗ്ഗാവാൻ ചാൻസ് ഉണ്ട്. അവനില്ല വെളിയില അമ്പത്തൂര് കഴിഞ്ഞ പ്രാവശ്യം വരച്ച സൂപ്പർ ആയിരുന്നു കേട്ടോ. അമ്പത്തൂര് പറയാനില്ല. എന്ത് വരുന്നത്? അയ്യോ സൈസ് കുറവായിരുന്നു. ഇതെന്താ പശുവാടാ നീ ബാല? എനിക്ക് ഇത് പറ്റത്തില്ല കേട്ടോ. എനിക്ക് ഈ മാപ്പ് ഒന്നും ഇടല്ലേ ഗോകു. ചന്ദ്ര ഇൻ ഗെയിമിലെ ബി നമുക്ക് ബി ആവുമ്പോ അത് ഫുള്ള് സൈലന്റ് ആവും. എന്റെ സൈലന്റാ. അല്ല ബി നമുക്ക് ഡെഫൻ ആവും. അതായത് അവര് പറയുന്ന കേൾക്കാൻ പറ്റത്തില്ല നമുക്ക്. നിങ്ങൾ ഇമാതിരി വരയൊക്കെ വരച്ചു കഴിഞ്ഞാൽ എനിക്കതൊരു ബുദ്ധിമുട്ടായി മാറും കേട്ടോ. സൈഡിലുള്ള പെയിന്റ് എടുത്തൊക്കെ മറ്റേ എടാ യവൻ ആരാ ഇത്? അളിയാ ഇതൊക്കെ സ്പെക്ക് ചെയ്യാതിരിക്കടാ പട്ടി. ഇതാര് ലൈവ് ആയിട്ട് കേൾക്കുന്നത്? എന്റെ ഇരിക്കോ? അതാരാടാ ഇപ്പൊ വാ കൊണ്ട് സൗണ്ട് ഉണ്ടാക്കിയ? ഗെയിമിനകത്ത് സൗണ്ട് അതിന്റെ. ഇവിടെ പോയി ഇവിടെ ഒരു വര. ഡൗട്ട് വെക്കട്ടെ. ഇതെന്താ രണ്ടെണ്ണം? ഞാൻ നീ ക്യൂ അടിച്ചോ? ക്യൂ അടിച്ചില്ല. നിനക്ക് സ്പെക്ക് ചെയ്യാൻ കുഴപ്പമില്ല. ഇതാരാ? ജോണി മാമയാ? രണ്ടുപേരുണ്ടോ ഇതിനകത്ത്? ഇല്ല നിന്റെ ക്ലോൺ ആടാ അത്. ഇതെങ്ങനെ ക്ലോൺ ആവുന്ന? ഞാൻ ക്യൂ നമുക്ക് ക്ലോൺ ആവും. ചെയ്യാൻ പറ്റും. ക്യൂ അടിച്ച് കളയുന്ന എങ്ങനെ? അതിന് ടൈം കഴിയണം തോന്നും. എക്സ് അടിച്ച് നോക്കി. എക്സ് അടിച്ചോ ഇത് എന്നെ കൂടെ തൂക്കൂല പോലെ. വീട്ടിൽ ക്ലോൺ വെച്ച് ഇതുണ്ടല്ലോ. ഇതൊന്നും ശരിയല്ല കേട്ടോ. ഈ മാപ്പ് ഒന്നും ഇടല്ലേ. ഇത് എന്തുവാ ഇത്? ജോക്കേണ്ണന്റെ സൗണ്ട് കേട്ടോ അകത്ത്. വി അടിച്ച് നോക്കിയണ്ണ. വിയോ? മറ്റേത് മൊത്തത്തിൽ പോവും. അതാ കുറച്ചു നേരം വിശ്വസിക്കൽ. ഇത് നമ്മൾ അയ്യോ ശരിയാട്ടാ. എന്നെ തൂക്കി പാല എന്നെ ഇതെന്തോന്ന് വേറെ ആരല്ലേ പോയി കണ്ടിട്ട് വരാം. അവിടെ ഇൻ ഗെയിം ഇരുന്ന ഒച്ചയാണേ. ഇത് കോച്ചല്ലേ ഇത്? പിന്നെ കണ്ടില്ലേ?
ചുമ്മാ കുണ്ണവന്മാർ ഇവിടെ ഇല്ലടാ പോട്ടാ. വാട്ടൺ എവിടെ ഇരിക്കുന്നെ? കണ്ടില്ല. ഞാൻ step ആയിട്ട് ഇരിപ്പുണ്ട്. ചത്ത വാട്ടണെ പിടിച്ചോ? ഇല്ല. ഇൻ-ഗെയിമിൽ സംസാരിക്കുന്ന ഇൻ ഗെയിമിൽ സംസാരിക്കാതെടാ. ആരൊക്കെ ഇൻ ഗെയിമിൽ പറയുന്നുണ്ട്, ഇൻ ഗെയിമിൽ പറയുന്നുണ്ട്. ആരുടെ അണ്ടിക്കാണം കൊള്ളാൻ കേട്ടാ. മ്യൂട്ട് ആവും നിങ്ങക്ക് രണ്ടും. അപ്പൊ കേക്കൂല നിങ്ങൾ. ഇല്ല, നമ്മക്ക് കേൾക്കൂലെന്നല്ല, അവർക്ക് കേൾക്കാം. മനസ്സിലായ? ആണോ? നമ്മക്ക് കേൾക്കാത്തന്നെ ഇല്ല. എടാ ബാല കണ്ണൂട്ടാണോ? നിങ്ങളൊന്നും മിണ്ടല്ലേ. നീ in-game എടുക്ക. അച്ഛനാണല്ലോ. ഏതാ ചന്ദ്രു? എടാ, ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്റെ അടുത്ത് ആരും അടി എന്റെ അടുത്ത് നോക്കി. എന്നെ പിടിച്ചു. ജോണി മാമ, ജോക്കി ഇൻ ഗെയിം ജോണി മാമ ഇത് കിടിലൻ കേട്ടോ. ജോണി മാമ നമ്മുടെ ഒരു കഴിവ് ജോണി മാമ. ഞാൻ എനിക്ക് പറ്റിയത്. എന്നെയും ബാലിനെയും ഒന്ന് സ്പെക്ക് ചെയ്തേ. അണ്ടിക്കണത്തെ പിടിച്ച് കൊറേ ഉള്ളിലോട്ടാടാ ജോണി. ഇതൊന്നും ആരും ഇവിടെ വരത്തില്ല. ആര് പറഞ്ഞു? നമ്മളെ ഇവിടെ ഫസ്റ്റ് നിക്കുന്ന ആരാ നോക്കിയ? ഫസ്റ്റ് നിക്കുന്ന ആരാ നോക്കി? ജോണി മാമ SRK ആണ് സൂപ്പർ. ഇവരെല്ലാ തവണ ഇങ്ങനെ തന്നെ. വാട്ടൺ എന്താ വേറെ ആളാണോ അതിനകത്ത്? എടാ ഇത് നിങ്ങൾ എടുത്തു വെച്ചിരിക്കുന്ന മൈൻഡ് ക്രാഫ്റ്റിന്റെ സാധനമല്ലേ? പറഞ്ഞായിരുന്നു വാറ്റണം തന്നെ. എടാ, ഞാനാ പറഞ്ഞത് എല്ലാം എടുക്കാൻ. ഗോഗു നീ വേറെ ഉടായിപ്പാടാ. ഇതല്ലേ നീ എടുക്കല്ലെന്ന് പറഞ്ഞേ. എടാ, എല്ലാം എടുക്കാനാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ അത് പോയി കളിക്കണം. എല്ലാം നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം. ഒരു ഫോട്ടോ എടുക്കാതെ ഒരാളെ കാണിച്ചിട്ട് ഹരി ദ ബീസ്റ്റ്. ചാരി നിൽക്കുന്നു വെറുതെ. സൂപ്പർ ആയിട്ടുണ്ട്. ജോണിയും ഇപ്പോഴാ കണ്ടത്. അവരെ വിഷയം പക്ക. അതവര് അത് അങ്ങനെ ഇരിക്കുന്നോണ്ട് പൊക്കത്തില്ലടാ. ഇരിക്കുന്നോണ്ട് പൊക്കത്തില്ല. എന്റെ ക്രിയേറ്റീവ് നിന്റെ ക്രിയേറ്റിവിറ്റി കൊള്ളാണ് കേട്ടോ. ഞാൻ കണ്ടില്ല. രായ ഇനി നീ അടുത്ത കളിയോട്ട് കുറച്ചു നേരം വരക്കടാ രായ. ഇല്ല ഞാൻ ഇവിടെ ഇല്ല. അത് മറ്റേ കേട്ടോടാ കറങ്ങി തിരിച്ചൊന്ന് ഒറ്റടി. ചന്ദ്ര എവിടെ? അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോ പിടിക്കും കേട്ടോ ജോണി മാമ. ഞാൻ ക്യാമറ ആംഗിൾ സെറ്റ് ചെയ്യാൻ പോയത് അവര് കേറി വരുന്നോണ്ട് അറിയാം. വിസിലടിച്ചിട്ടേ മുട്ട സ്പാമാരുണ്ട്. വിസില് ആടി പറയുന്നവരുണ്ട്. വല ഇപ്പഴും ടോപ്പ് നമ്മള് തന്നെ. പിന്നെ അല്ലാതെ ഇല്ല, ഞാനിപ്പോ വെട്ടിക്കും. നോക്കിയോ, ഞാനിപ്പോ വെട്ടിക്കട്ടെ. ജോണി മാമ ലെഫ്റ്റിലേക്ക് അടി. ഇവിടെ തൊട്ടടുത്ത് തന്നെ ചന്ദ്ര. ആദ്യത്തെ ബിൽഡിംഗ്. എടാ ബാലൻ കുറച്ച് താന്നിടിയടാ. താന്നിരിക്കണം. ആ ജോണി കുറച്ച് താഴെയാ. നീ പൊക്കത്തില്ല. മിണ്ടല്ല ചുമ്മാ. പെർഫെക്റ്റ് അല്ലേ? ഇപ്പൊ പെർഫെക്റ്റ് ആയില്ലേ? എടാ ഇവൻ ഇത് 900 സെക്കൻഡ് കൊടുക്കണം തോന്നുന്നു കേട്ടോ. ഇത് അതെ ഗൂഗിൾ ക്ലോൺ. ജോണി മാമ ഒന്ന് അടിക്കാതെ എന്നെ തൂക്കും. നിങ്ങൾ മുകളിലിരുന്ന് അടിക്കുന്നത് എന്നെയാ പൊക്കുന്നേ. കണ്ട് സ്വാമി ഉണ്ടായിരുന്നു അത്രേ കിടന്ന്. നിന്നെ പൊക്കത്തില്ല. വെറുതെ ഒരു സ്പാം ചെയ്ത് കൊടുത്തതാ. പിടിക്കത്തില്ലെന്നും പറഞ്ഞു. അത് കമ്പൈൻഡ് ആയിരുന്നു. നോക്കടാ. സൂപ്പർ. നമുക്ക് പോയി കരുത്തി പിടിക്കാം. പിടിച്ചില്ല. അവിടെ ഇരിക്കാറുണ്ടടാ. എടാ വേറെ വിസിലേക്ക് വന്ന് പൊക്കും. എടാ എനിക്ക് വിശ്വസിക്കാൻ പറ്റാതെ SRK അങ്ങനെ ഇരിക്കുന്നുണ്ടാ.
ഞാൻ എല്ലാം നോക്കുന്നുട്ടാ. രായ എല്ലാരും അടിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നേ ലാസ്റ്റ് നിമിഷം ആള് നെറ്റടിച്ചെന്താണ്. എടാ പോടാ മറ്റേ അതുവരെ. മേളിലല്ലായിരുന്നോ വിൻഡ് മില്ലിന്റെ കോച്ചിനെ പിടിച്ച് ഏതായിരിക്കണം ആ രായൻ അവനെ 14 സെക്കൻഡ്. ടേബിൾ SRK. നമുക്ക് മറ്റേ രീതി തന്നെ കളിച്ചാലും മറ്റേ ആദ്യം കണ്ടുപിടിച്ച രണ്ടുപേര് 100 ആയിട്ട് പിടിക്കുന്ന കാണിച്ചേ ഇപ്പൊ പിടിക്കുന്ന കാണിച്ചേ നൈസടാ രായ, ഇത്രയും പേര് കണ്ടുപിടിച്ചോ. ഞാന് വരയ്ക്കാം ഇവിടെ. എടാ അപ്പൂട്ടൻ ആ എടാ ഞാൻ കണ്ട് ഇവൻ ഇവിടെ ഇരിക്കുന്ന കോമഡി. ഫൈൻ മീ ആരാ കാസ്ട്രോ? ഇത് കൊള്ളാം. എന്ത് സാധനം നിങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ടോ മക്കളെ സ്ട്രീം? സൂപ്പർ. ചന്ദ്രനെ പിടിച്ചായിരുന്നോ? ചന്ദ്രനെ പിടിച്ചായിരുന്നു ചന്ദ്ര? അടുത്ത ആരാ ഇത് മറ്റേ സാധനം? നീ വിഷയമായിട്ട് വരച്ചല്ലത്. എടാ ഞാൻ ഇറങ്ങണം സൂപ്പർ ആയിരുന്നു കേട്ടോ. അവനെ കൂട്ടറ നീലൊന്നും പറ്റുന്നില്ല കേട്ടോ. എനിക്ക് ഇത് കാണിക്കുന്നില്ല എന്നിട്ട് നമ്മളിങ്ങനെ ഐക്യമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം, മനസ്സിലായില്ലേ? സത്യം രായ